Hi dears, welcome back to my YouTube channel. ഇതൊരു ഫ്ലവർ വേസ് മേക്കിംഗ് വീഡിയോ ആണ്. വാൾപുട്ടി കൊണ്ടുള്ള ഒരു ഫ്ലവർ വേസ് മേക്കിംഗ് ആണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് കാർഡ്ബോർഡ് വേണം. അതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം. നമുക്ക് വേണ്ട ഷേപ്പ് ഏതാണോ അതൊന്ന് വരച്ചെടുക്കണം. അപ്പോൾ ഞാൻ പുറത്ത് വെച്ചിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിന് ചുറ്റും ഇതുപോലെ നമുക്ക് കാർഡ്ബോർഡ് പീസ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ സെൻറ്ററിലായിട്ടൊരു ഹാർട്ടിൻ്റെ ഷേപ്പാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ കാർഡ്ബോർഡ് പീസ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പൈപ്പോ അല്ലെങ്കിൽ പേപ്പർ റോളോ അല്ലെങ്കിൽ കാർഡ്ബോർഡ് പീസിനെ റോളാക്കി എടുത്തിട്ട് ഒരു പീസ് കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്ലവർ വേസ്റ്റ് മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു മൗൾഡ് എന്ന് പറയുന്നത്. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ, ഒരു വേസ്റ്റ് മെറ്റീരിയൽ വെച്ച് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആകെപ്പാടെ ചിലവാകുന്നതെന്ന് പറയുന്നത് കുറച്ച് ഫെവിക്കോള്, അതുപോലെ തന്നെ വാൾപുട്ടി 30 രൂപയ്ക്കുള്ള ഒരു പാക്കറ്റിന്. ഒരു പാക്കറ്റ് വാൾപുട്ടി ഒന്നും വേണ്ടി വരില്ല. ഏതായാലും ഒരു പാക്കറ്റ് കൊണ്ട് നമുക്ക് ധാരാളം ഒരു 3-4 എണ്ണമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് വാൾപുട്ടി ഒന്ന് ആഡ് ചെയ്യണം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഞാൻ റിഹേഴ്സലായിട്ടൊന്നും ചെയ്ത് നോക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വീഡിയോ അങ്ങനെ അതിനെ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു അളവോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ ഇതുപോലെ തന്നെ ഫ്ലവർ വേസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ കറക്റ്റായിട്ടുള്ള അളവും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അപ്പോൾ കുറച്ച് വാൾപുട്ടി ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോട്ട് എടുക്കുന്നുണ്ട്. പാക്കറ്റിൽ നിന്ന് കുടഞ്ഞിടുന്നുണ്ട്. വീഡിയോയുടെ വിസിബിലിറ്റിയൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. നെക്സ്റ്റ് ടൈം ഞാനത് ഇമ്പ്രൂവ് ആക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് വാൾപുട്ടി കണ്ടെയ്നറിലോട്ട് ഇട്ടു. ഇനി നമുക്ക് കുറച്ചധികം ഫെവിക്കോൾ വേണം. ഞാൻ അളവൊന്നും അല്ല, ഞാനൊരു ഊഹത്തിനങ്ങ് തട്ടുവാണ് ചെയ്തത്. അപ്പോൾ കുറച്ച് ഫെവിക്കോൾ ആഡ് ചെയ്തിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒത്തിരി ധാരാളം വെള്ളം അങ്ങ് ഒഴിക്കരുത്. നമ്മൾ കുറേശ്ശെ ഒഴിച്ച് ഇതൊരു ദോശമാവിൻ്റെ അത്രയും ലൂസാക്കണം. കുറച്ച് കട്ടി തന്നെ നമുക്കൊന്ന് മിക്സാക്കി ഒന്ന് എടുക്കണം. നന്നായിട്ടൊന്ന് ഇതുപോലെ ഏതെങ്കിലും ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സായി വരുന്നുണ്ട്. കുറച്ചുകൂടെ വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മുടെ മൗൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കുറേശ്ശായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെൻട്രലായിട്ട് ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു കാർഡ്ബോർഡ് പീസ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ആ ഒരു ട്യൂബ് വെച്ച് കൊടുത്തു. എന്നിട്ട് കുറേശ്ശെയാണ് നമ്മൾ വാൾപുട്ടി മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ആ റോൾ ഇച്ചിരി മുകളിലോട്ട് പൊങ്ങിയാണ് ഇരിക്കുന്നത്. അതൊന്ന് താത്തി കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ കുറേശ്ശെയായിട്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഞാൻ ആദ്യം എടുത്ത ഒരു മിക്സ് തികയാതെ വന്നായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ മിക്സൊക്കെ ഏകദേശം മൗൾഡിൻ്റെ മുകൾ ഭാഗം വരെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ദിവസം ഡ്രൈ ആവാനായിട്ട് വെക്കണം. ഞാൻ ഏകദേശം ഒരു 4-5 ദിവസം ഡ്രൈ ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഇത് പൊളിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം ചൂടുള്ള സമയമായതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഒരു 4 ദിവസത്തിനുള്ളിൽ തന്നെ ഡ്രൈ ആയി കിട്ടിയത്. അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒരാഴ്ചയൊക്കെ നമ്മൾ വെക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് സാൻഡ് പേപ്പർ വെച്ചിട്ടൊന്ന് മിനുസപ്പെടുത്തി ഒന്ന് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന സാൻഡ് പേപ്പർ വെച്ചിട്ടൊന്ന് ഞാൻ നമ്മുടെ ഫ്ലവർ വേസ് ഒന്ന് മിനുസപ്പെടുത്തി എടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡും അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ഷേപ്പ് വന്ന ആ ഒരു ഭാഗമൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് സാൻഡ് പേപ്പർ വെച്ചിട്ടൊന്ന് മിനുസപ്പെടുത്തി എടുത്തു. അതിനുശേഷം ഞാൻ ബേസായിട്ട് വൈറ്റ് അക്രിലിക് പെയിൻ്റ് ആണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ അതിരാവിലെ തന്നെയാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ലൊരു ലൈറ്റും കാര്യങ്ങളുമായിരുന്നു. പക്ഷേ വെയിൽ കുറച്ചുകൂടി ഇങ്ങോട്ട് അടുത്തോട്ട് വന്നപ്പോഴത്തേക്കും ഇതുപോലെ ഒരു
ഡാർക്കായിട്ടുള്ളൊരു നിഴലൊക്കെ വന്നു. അപ്പം വീഡിയോക്കകത്ത് കുറച്ച് ക്ലാരിറ്റി കുറവോ അല്ലെങ്കിൽ ഒരു ഇരുളിമയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നും കൂടി ഒന്ന് ക്ഷമിക്കണം. അപ്പം ഞാനൊന്ന് വൈറ്റ് കളറൊന്ന് അപ്ലൈ ചെയ്തെടുത്തു. അതിന് മുകളിലായിട്ട് ഞാൻ പേൾ വൈറ്റ് കളർ അപ്ലൈ ചെയ്തായിരുന്നു. അതിനുശേഷം മെറ്റാലിക് ഗോൾഡാണ് ഇതുപോലെ ഹാർട്ട് ഷേപ്പിൻ്റെ സൈഡിലായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലവർ വേസിൻ്റെ സൈഡിലായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ വേസിൻ്റെ പണി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഫ്ലവർ വേസ് മേക്കിംഗ് ഐഡിയ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഫ്ലവർ വേസ് മേക്കിംഗ് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് ഈസി ആയിട്ട് വെറും 30 രൂപ കൊടുത്ത് നമുക്കൊരു 3-4 എന്തായാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പല ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തതാണ്. ഫസ്റ്റ് ടൈം ചെയ്തത് നന്നായിട്ട് സക്സസ് ആയി തന്നെ വന്നു. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു മൗൾഡ് നമ്മൾ ആദ്യം തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതുപോലെ തന്നെ വാൾപുട്ടി എടുക്കുമ്പോൾ നമ്മൾ അത് മിക്സ് ചെയ്യുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫെവിക്കോൾ ആഡ് ചെയ്യണം. ഇല്ലെങ്കിൽ അത് പൊടിഞ്ഞ് വരും നമ്മളിത് സെറ്റാക്കി കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ അത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലത്തെ ഫ്ലവർ വേസൊക്കെ പല ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു അടിപൊളി ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ടാറ്റാ ബൈ.